നമുക്ക് ഒരു ക്യൂട്ടായിട്ടുള്ള ഹാൻഡ് ബാഗ് സെറ്റ് ചെയ്താലോ? അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അത്യാവശ്യം അവരുടെ കൊച്ചു കൊച്ചു സാധനങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടുന്നത് ഒരു A4 സൈസിലെ പേപ്പറാണ്. A4 സൈസ് പേപ്പർ എടുത്ത് അതിനെ രണ്ടായിട്ട് മടക്കി ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യണേ. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പം എന്നിട്ട് ആദ്യമേ ഹാഫായിട്ട് മടക്കി പിന്നീട് അത് ഓപ്പൺ ചെയ്തിട്ട് അതിനെ വീണ്ടും ഹാഫായിട്ട് മടക്കും. അതായത് ഒരു പേപ്പർ A4 സൈസ് പേപ്പർ നമ്മൾ നൂത്ത് നോക്കുമ്പം ഏതാണ്ട് 4 വര അതിനകത്ത് കാണും. ആ ഒരു 4 മടക്കിയ ആ ഒരു പാടില്ലേ, അത് 4 എണ്ണം കാണും. പിന്നീട് ആ പേപ്പർ നൂത്തിട്ട് വീണ്ടും നടുക്കൂടെ അതിനെ വീണ്ടും ഞാൻ ഈ ചെയ്യുന്ന പോലെ ഹാഫായിട്ട് വീണ്ടും മടക്കും. അതിനുശേഷം ഇപ്പം ഒരു വരയല്ലേ ഉള്ളൂ. അതിനുശേഷം ഒരു 1 സെൻറ്റിമീറ്റർ മുകളിലോട്ട് വെച്ചിട്ട് അതും നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവർ ഒന്നും കൂടെ കയറി കണ്ടിട്ട് ചെയ്യണേ. അപ്പം നോക്കി നോക്കി ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇതേപോലെ നമ്മൾ മടക്കിയതിന് ശേഷം ഇനി ഒരു ട്രയാങ്കിൾ പോലെ നമ്മൾ ആദ്യം ആ ഒരു ഭാഗം ഞാൻ മടക്കുന്നില്ലേ, അതേപോലെ മടക്കി കൊടുക്കണം. 2 സൈഡിലും മടക്കി കൊടുക്കണേ. ഇങ്ങനെ മുകളിലോട്ടും ബാക്കിലോട്ടും നമുക്ക് മടക്കി കൊടുക്കാവേ. ഞാൻ ബാക്കിലോട്ട് മടക്കുന്ന കാണിക്കുന്നില്ല. ഇപ്പം അതാ തുറക്കുമ്പോൾ നിങ്ങൾ നടുക്കുന്ന് 3 വര കണ്ടോ? ആ 3 വരയെ നമുക്ക് 1, 2, 3 എന്നുള്ള പേരിലിട്ട് വിളിക്കാവേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് കൺഫ്യൂഷനാവും. നമ്മൾ ഈ ഒന്നാമത്തെ ആ വരയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സംഭവം മടക്കി എടുക്കുന്നത്. ഒന്നാമത്തെ വരയിൽ നിന്നാണ്, 2 അല്ല 1. അപ്പം അത് ഇതേപോലെ മടക്കി എടുത്ത് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ കിട്ടും. അത് അകത്തോട്ട് മടക്കി കൊടുക്കണം. ഞാൻ ഈ മടക്കെന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പം ഇതേപോലെ മടക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു സൈഡ് സെറ്റായി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സൈഡും അതേപോലെ മടക്കണം. അപ്പം മടക്കുമ്പോൾ നമ്മൾ ആ ഒരു മൂന്നാമത്തെ വരയിൽ വെച്ചായിരിക്കണം ആ ഒരു ട്രയാങ്കിൾ മടക്കി കൊടുക്കേണ്ടത്. അപ്പം നമ്മളിവിടെ എടുക്കുന്നത് 1ഉം 3ഉം ആണ്. അത് ശ്രദ്ധിച്ചാലേ നമുക്ക് കറക്റ്റായിട്ട് ആ ബാഗിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്പേസ് കിട്ടൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ ഒരു ട്രയാങ്കിൾ പോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പേഴ്സ് ഏതാണ്ട് ഒരുവിധം സെറ്റായി കഴിഞ്ഞു. എന്നിട്ട് ഈ മുകളിലത്തെ ആ ഒരു ഭാഗം നമുക്ക് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ പേഴ്സ് സെറ്റായി കഴിഞ്ഞു. പിന്നെ അത് ആ ഒരു ഭാഗമില്ലേ ഞാൻ ചെയ്യുന്ന ആ മൂന്നാമത്തെ ഭാഗവും ആ ഒരു മുകളിലോട്ട് തെള്ളി നിൽക്കുന്ന ഭാഗമായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണേ. അത് ഒട്ടിക്കുമ്പോൾ മൂന്നാമത്തെ ഭാഗം വെച്ചാണേ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്, ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഭാഗം വെച്ച് കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ ഭാഗമാണ് നിങ്ങൾ ആ നടുക്ക് കാണുന്ന ആ ഒരു വര. അത് നമ്മൾ തൊടത്തതേ ഇല്ല. അപ്പം നമ്മുടെ പേഴ്സ് ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി അതേപോലെ ഒരു ഗ്രീൻ ഷീറ്റ് എടുത്തിട്ട് നമുക്കിതേപോലെ നീളത്തിന് കുറച്ച് സംഭവം ഒരു വള്ളിക്കും വേണം. പിന്നെ നമ്മൾ ഈ പേഴ്സ് അടക്കിയിട്ട് വെക്കാനുള്ളൊരു സംഭവം വേണം. അതിന് ഇതേപോലെ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. 2 എണ്ണമാണ് നമുക്ക് വേണ്ടുന്നത്. എന്നിട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഒട്ടിച്ചിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത ഇതേപോലത്തെ പേപ്പർ എടുത്ത് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണേ. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ അളവ് അനുസരിച്ച് ആ ഒരു ഹാങ്ങിങ് ചെയ്യാൻ എത്ര അളവ് വേണോ അതനുസരിച്ച് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ആദ്യമേ ഒട്ടിച്ചപ്പം എനിക്കൊരു ചരിവ് പോലെ ഫീൽ ചെയ്തു. പിന്നീട് ഞാൻ വീണ്ടും ഇളക്കിയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ കാണിച്ചില്ല. അപ്പോൾ സ്വാഭാവികമാണല്ലോ, ഞാനും ആദ്യമേ ആണല്ലോ ഉണ്ടാക്കുന്നത്. പിന്നീട് ഈ ഒരു സംഭവം നമ്മുടെ അകത്തോട്ട് വെക്കാനുള്ളത് മനസ്സിലായോ? അപ്പം നമ്മുടെ ബാഗ് ഇവിടെ സെറ്റായി കഴിഞ്ഞു. കുറച്ച് ഡിസൈനൊക്കെ ഉള്ള പേപ്പർ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ സാധാരണ A4 സൈസിൽ ചെയ്തത്. അപ്പം നമുക്ക് ഇനി ഒരു ബോ പോലത്തെ സംഭവം സെറ്റ് ചെയ്ത് ഈ ബോ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അറിഞ്ഞൂടാത്തവർ കയറി നോക്കിയാൽ മതി, സിമ്പിളാണ്. നമുക്കിതേപോലൊരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കെന്തോ ഒരു മിസ്സിങ് തോന്നിയിട്ട് ആ നടുക്കൊരു മുത്തും കൂടെ വെച്ച് കൊടുത്തപ്പോൾ പെർഫെക്റ്റ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. കണ്ടോ, അകത്ത് അത്യാവശ്യ സ്ഥലമൊക്കെ ഉണ്ട്. കൊച്ചു പിള്ളേർക്ക് ഇപ്പം നമ്മളൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഈ പറയുന്ന പോലെ അമ്മയുടെയൊക്കെ പേഴ്സും ഒക്കെ ഇവരൊക്കെ ഉപയോഗിച്ചിട്ട് കളയുന്നതെല്ലാം നമ്മൾ പറക്കി എടുക്കുമല്ലോ. ഞാൻ എടുക്കുമായിരുന്നു. നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റിൽ പറ. അപ്പം നമ്മുടെ പേഴ്സ് ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ. അവർക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചു കൊച്ച് അവരുടെ പൊട്ടും കരിമഷിയും ഒക്കെ ഇട്ട് അവർ ഇതേപോലെ കൊണ്ട് നടന്നോളും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും